കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുമോൾ തള്ളല്ലേ, വല്ലാണ്ടങ്ങ് തള്ളല്ലേ. ഒരിക്കലും പറ്റത്തില്ല. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. അതെ, ഞങ്ങൾ ചോറ് എല്ലാരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. 100% എഫേർട്ട്. പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് അറിയാം. താനീ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താനൊന്ന് കേട്ടു നോക്ക്, നല്ല രസമാണ്. അനു തന്നെ എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്, പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അനുവിന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത്. അപ്പം PR അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാരണം അനുവിനറിയാം എവിടെ എന്ത് ചെയ്യണം, എവിടെ ഏത്. ഇപ്പൊ ഞാൻ 2nd വീക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ അനുമോള് ഒരു കരച്ചിൽ സ്ഥാനം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനുമോള്, ഞാനൊക്കെ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് അനുമോള് ട്രാക്ക് മാറ്റി കളിക്കും. എന്താ ഉറക്കം വരുന്നു. അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? അതാണ് അസൂയക്കും കുഷ്മിനും മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ. ഒരു PR-ന്റെ ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ടോപ്പ് 5-ൽ വരുന്നത് ചെറിയ കാര്യമില്ല. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സ്വയം വരുത്തി വെച്ചല്ലേ എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. തൽക്കാലം ഇത്രയും മതി.